ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് മാങ്ങ അച്ചാർ ചെയ്തെടുക്കുന്ന രീതിയാണ്. മാങ്ങ നമ്മൾ കുനുകുനെ അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കുക. അതിനുശേഷം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു 1 കിലോ മിച്ചം മാങ്ങ എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഉലുവ ഇട്ട് പൊട്ടിച്ച് എടുക്കുക. ഇപ്പം നമ്മൾ ഇവിടെ കടുക് ചേർക്കുന്നില്ല. അതിനുശേഷം ഉലുവ പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുവേ. കറിവേപ്പില നല്ലതുപോലെ അതിനകത്ത് കിടന്ന് മൂത്തതിൻ്റെ ഫ്ലേവർ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കണേ. തീ ഓഫ് ചെയ്തത് മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം മുളക് പൊടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയും ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കടുക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ കടുകും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യം മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം അതിലേക്ക് വിനാഗിരിയും ചേർത്ത് കൊടുക്കണേ. വിനാഗിരിയും ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അതിനകത്തേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മാങ്ങ ഇട്ട് കഴിഞ്ഞ് നമ്മൾ തീ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് മാങ്ങ ഇടുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുന്നത്. നല്ലതുപോലെ ഇളക്കി യോജിക്കുമ്പോൾ നല്ല അടിപൊളി മാങ്ങാച്ചാർ റെഡിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.